എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഭയമായ മാധ്യമ പ്രവർത്തനം സാധ്യമല്ലെങ്കിൽ അതിനെ ഫാസിസം എന്നാണ് പറയുക. അത് നിലവിലിരിക്കുന്ന രാജ്യത്തിന് പേര് താലിബാൻ എന്നാണ്. അതല്ലല്ലോ കേരളത്തിലെ കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത്. പ്രതിപക്ഷത്തല്ലേ ആയിട്ടുള്ളൂ. ഭരണപക്ഷത്തെത്തുന്ന സമയത്ത് അപ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലായി. ലാത്തി വീശി ഷാഫി പറമ്പിൽ എന്ന MP അറിഞ്ഞുകൊണ്ട് തന്നെ ഷാഫിയുടെ തലക്കടിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടുന്നു. നമ്മൾ അതിലേക്ക് പോകുന്നു. നമ്മൾ കൊടുക്കുന്ന വാർത്ത പോലീസിന്റെയും CPM-ന്റെയും വാദം പൊളിഞ്ഞു എന്നാണ്. കാരണം ആ ദൃശ്യങ്ങളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് റിപ്പോർട്ടർ ചാനലിനെതിരെയല്ല കേട്ടോ. ഈ സൈബർ അണികൾ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അണികളല്ല കേട്ടോ, ചില നേതാക്കളുടെ അണികളാണ്. ഈ അണികൾ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനവുമില്ല. ഇവർ വ്യർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല. ഇത് ചില നേതാക്കൾക്ക് വേണ്ടി ഒരുപക്ഷെ പൈസ വാങ്ങിയിട്ടാകാം, അത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലാകാം, അതല്ലെങ്കിൽ ഇങ്ങനെ അക്രമ സ്വഭാവത്തിലൂടെ ആകാം. അങ്ങനെ നടക്കുന്ന ഒരു സംഘമാണ്. ആ സംഘത്തിന്റെ മുഖമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതേ സംഘമാണല്ലോ നേരത്തെ രാഹുൽ മാങ്കോട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ VD സതീശനെതിരെ തിരിഞ്ഞത്. VD സതീശനെതിരെ മോശം പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആക്രമണം നടത്തിയപ്പോൾ ഇവർ അണികളല്ല. ഇവരെ കണ്ടുപിടിക്കുകയും ഇവരെ എടുത്ത് പുറത്തേക്ക് കളയുകയും ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിന് ഇത് നല്ല ലക്ഷണമല്ല. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കാരണം കോൺഗ്രസിന് മാത്രമല്ല കേട്ടോ, CPM-ലും ഉണ്ട് ഈ തരത്തിലുള്ള പ്രവർത്തകർ. പക്ഷേ മാധ്യമപ്രവർത്തകരെ ഈ രീതിയിൽ ആക്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ കണ്ടിട്ടില്ല, ഈ സമയത്ത് കണ്ടിട്ടില്ല. സൈബർ ആക്രമണം നല്ലോണമുണ്ട്. ഗുണ്ടായസം നടത്തി മാധ്യമപ്രവർത്തനത്തെ തടയാനാകില്ല. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ബാറ്റനാണ്. ആ ഒരു ബാറ്റൺ വന്നിട്ട് തലയ്ക്ക് മുകളിലേക്ക് അടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് പുറത്തുവിട്ടു. ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടർ TV, ആ ദൃശ്യങ്ങൾ സംഘടിപ്പിച്ചു തന്ന മാധ്യമപ്രവർത്തകരെ, അത് തെളിയിച്ചതിന്റെ ആനുകൂല്യമുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെ മർദ്ദിക്കുന്നതിന്റെ വിചിത്രമായ കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടെ തർക്കമുണ്ടാവുന്നു. പോലീസും ഷാഫി പറമ്പിലും തമ്മിലാണ് തർക്കം. അത് ആ ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ അവിടെ നടന്ന സംഘർഷം ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമേ ആയിരുന്നില്ല. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? പട്ടാമ്പിയിലെ CG കോളേജിൽ നടന്ന ഒരു യൂണിയൻ തിരഞ്ഞെടുപ്പ്, UDSF-ലെ വിദ്യാർത്ഥികൾ വിജയിച്ചതിന്റെ പ്രകടനം നടത്തുന്നു. അതിനെ തുടർന്ന് അവിടെ ആ പ്രകടനത്തിൽ CPM LDF സംഘർഷം ഉണ്ടാവുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന് അവിടെ പരിക്കേറ്റു എന്ന് പറയുന്നു. അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് നല്ല ഉഷാറായി അതിനുശേഷം വീണ്ടും അവിടെ പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് UDF വരികയാണ്. ആദ്യം UDF-ന്റെ വിജയാഹ്ലാദം, LDF-ന്റെ പ്രതിഷേധ പ്രകടനം, അതിന് തിരിച്ചു വീണ്ടും UDF-ന്റെ പ്രതിഷേധ പ്രകടനം, ആ പ്രതിഷേധ പ്രകടനത്തിന് ബദലായിട്ട് LDF-ന്റെ പ്രതിഷേധ പ്രകടനം. അതാണ് അവിടെ നടന്നത്. ഇതിന് ശബരിമല സ്വർണ്ണപ്പാളിയുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. കൊണ്ടപ്പോൾ അത് വലിയ രീതിയിൽ പരിഹാസത്തിന് വിധേയമാവുന്നു. ട്രോളുകൾ ഇറങ്ങുന്നു. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആഭ്യന്തര വകുപ്പ് ദയനീയ പരാജയമാണെന്ന വിലയിരുത്തൽ തന്നെയല്ലേ നമ്മൾ എത്തിയിരിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ പ്രതിപക്ഷത്തിന്റെ ചില ആരോപണങ്ങൾ അത് വസ്തുതയ്ക്ക് നിരക്കാത്തതല്ലാതാകുമ്പോൾ നമ്മളത് തുറന്നു കാട്ടുകയും ചെയ്യും. അതാണ് മാധ്യമപ്രവർത്തനം എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അതല്ലാതെ ഒരുതരം വിരുദ്ധത ബാധിച്ച് എല്ലാ ദിവസവും വൈകുന്നേരം വന്നിരുന്ന് ഇതേപോലെ സർക്കാരിനെ പള്ളി വിളിച്ചിട്ട് പോകുന്നൊരു പരിപാടി എന്തായാലും റിപ്പോർട്ടർ TV ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. നിർഭയമായ മാധ്യമപ്രവർത്തനം സാധ്യമല്ലെങ്കിൽ അതിനെ ഫാസിസം എന്നാണ് പറയുക. അത് നിലവിലിരിക്കുന്ന രാജ്യത്തിന് പേര് താലിബാൻ എന്നാണ്. അതല്ലല്ലോ കേരളത്തിലെ കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത്. പ്രതിപക്ഷത്തല്ലേ ആയിട്ടുള്ളൂ. ഭരണപക്ഷത്തെത്തുന്ന സമയത്ത് അപ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സർക്കാർ മെഷീനറി ഇല്ല. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ളത് ഈ സൈബർ അണികളും നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കൊട്ടേഷൻ സംഘങ്ങളുമാണുള്ളതെങ്കിൽ, നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ, നിങ്ങളുടെ കയ്യിൽ ഇനി പോലീസിന്റെ സേനയുടെ നിയന്ത്രണം കൂടി കിട്ടുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും കേരളത്തിൽ ഈ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ വിലമതിക്കാൻ പോകുന്നത്? എങ്ങനെയായിരിക്കും മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ഉറപ്പിക്കാൻ പോകുന്നത്? കേന്ദ്രത്തിൽ നിങ്ങൾ മോദി സർക്കാരിനെതിരെ തിരിയുന്നുണ്ടല്ലോ, ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അപലപിക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് കൊട്ടേഷൻ സംഘങ്ങൾ കയ്യിലുണ്ടെന്ന് കരുതി ആ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഒരു തരിമ്പ് പോലും നമ്മൾ പിന്നോട്ടില്ല. ഇതിൽ ആർക്കൊക്കെ മർദ്ദനമേറ്റാലും വാർത്തയുമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകും. തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഒരു കാര്യം കൂടി പറയാം. ഈ ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള CPM-ന്റെ നീക്കം അത് CPM-നാണ് തിരിച്ചടിയാവാൻ പോകുന്നത്, ഷാഫി പറമ്പിലിനല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പാലക്കാട് നിന്നും അത്ര വലിയ രാഷ്ട്രീയ സ്വാധീനമൊന്നും ഷാഫി പറമ്പിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന വിലയിരുത്തലാണ്. ഞാൻ നിയമസഭാ മണ്ഡലത്തിന്റെ കാര്യമല്ല, പാലക്കാട് ജില്ലയിൽ ഷാഫി പറമ്പിൽ നടത്തിയ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞ തവണയും 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 10 LDF-നോടൊപ്പമാണ് നിന്നത്. ആകെ പാലക്കാട് ജില്ലയിൽ ഒരേ ഒരു നിയമസഭാ മണ്ഡലം മാത്രമേ കോൺഗ്രസിനോടൊപ്പം പോയുള്ളൂ, അത് പാലക്കാട് മണ്ഡലമാണ്. ബാക്കി 10 LDF-ഉം ഒരെണ്ണത്തിൽ മുസ്ലിം ലീഗ്
നിയോജകമാണ് മണ്ണാർക്കാട്. അതുകൊണ്ട് അത്ര വലിയ പൊളിറ്റിക്കലായിട്ടുള്ള മാറ്റമൊന്നും ഷാഫി പറമ്പിൽ പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിന് വേണ്ടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. തന്റെ മണ്ഡലം സേഫാക്കി നിർത്തിയ ഷാഫി പറമ്പിലിനെ ഇപ്പോൾ നിങ്ങൾ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് കേരളത്തിലെ ഒരു വലിയ താരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.